നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടത് വലതു മുന്നണികൾ തുല്യശക്തികളായ നെടുങ്കണ്ടം പഞ്ചായത്ത് സാക്ഷിയാകുന്നത് തീപ്പാറും പോരാട്ടത്തിന്. കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത് മികച്ച ഭൂരിപക്ഷത്തോടെ. ഭരണം തുടരാനുള്ള തന്ത്രങ്ങൾ LDF ക്യാമ്പുകൾ മെനയുമ്പോൾ തിരിച്ചുപിടിക്കാൻ UDF കരുക്കൾ നീക്കിക്കഴിഞ്ഞു. ഇത്തവണ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ NDAയും രംഗത്ത്. തൊടുപുഴ നഗരസഭയിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും കൗൺസിൽ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ അനുവദിച്ച കെട്ടിട നമ്പർ ക്യാൻസൽ ചെയ്യണമെന്ന വ്യാജ പരാതി അന്വേഷിക്കാനെത്തിയ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറുടെ അടിയന്തര യോഗം നടക്കവേ ക്യാബിനിലേക്ക് അതിക്രമിച്ചു കയറിയ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് തടസ്സം സൃഷ്ടിച്ചതായും ആരോപണം. മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിലിറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. കാട്ടുകൊമ്പൻ സ്വൈര്യവിഹാരം നടത്തിയത് എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെ. തോട്ടം മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ജനവാസ മേഖലയിലൂടെ പടയപ്പ കഴിഞ്ഞ കുറച്ചു നാളുകളായി ചുറ്റിത്തിരിയുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. വെൺമണിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. പ്ലാത്തിക്കവലയ്ക്ക് സമീപം കുത്തിരക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുന്നിൽ പോയ ടവേരയിൽ ഇടിച്ച ശേഷം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഇടിച്ചു നിർത്തി. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. വിശദമായ വാർത്തകളിലേക്ക്. ഇടത് വലതു മുന്നണികൾ തുല്യശക്തികളായ നെടുങ്കണ്ടം പഞ്ചായത്ത് തീപാറും പോരാട്ടത്തിന് സാക്ഷിയാകും. കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് LDF ഭരണം പിടിച്ചത്. ഭരണം തുടരാനുള്ള തന്ത്രങ്ങൾ LDF ക്യാമ്പുകൾ മെനയുമ്പോൾ തിരിച്ചുപിടിക്കാൻ UDF കരുക്കൾ നീക്കിക്കഴിഞ്ഞു. ഇത്തവണ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ NDAയും കളം നിറഞ്ഞതോടെ പോരാട്ടം പ്രവചനാതീതം. ഇടതിനെയും വലതിനെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ചരിത്രമാണ് നെടുങ്കണ്ടത്തിനുള്ളത്. ഇത്തവണയും പോരാട്ടം പ്രവചനാതീതമാണ്. കഴിഞ്ഞ തവണ ആകെയുള്ള 22 സീറ്റുകളിൽ LDF 14, UDF 8 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. കേരള കോൺഗ്രസും ഇടത്തേക്ക് എത്തിയത് നേട്ടമായപ്പോൾ വിമതശല്യം ഉറച്ച വാർഡുകൾ പോലും UDFന് നഷ്ടമായി. ഇത്തവണ സീറ്റ് വിഭജനത്തിന് ശേഷം വാർഡുകൾ 24 വർദ്ധിച്ചു. ടൗൺ വികസനം ഉൾപ്പെടെ നടപ്പാക്കിയതും മറ്റ് വികസന പദ്ധതികളും ചൂണ്ടിക്കാട്ടിയാണ് LDF ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. മുൻവർഷത്തേക്കാൾ കൂടുതൽ വാർഡുകൾ കരസ്ഥമാക്കി ഭരണം നിലനിർത്തുമെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം PN വിജയൻ പറഞ്ഞു. നെടുങ്കണ്ടം പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കൈവരിക്കുകയും വീണ്ടും LDF ഭരണം അധികാരത്തിൽ വരികയും ചെയ്തു. 503 കോടി 90 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഗ്രാമപഞ്ചായത്തും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തും ബഹുമാന്യനായ MLA സഖാവ് മണിയാശാൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LDFൻ്റെ വിജയം സുനിശ്ചിതമാണ്. മറ്റൊന്ന്, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് LDF നിർത്തിയിരിക്കുന്നത്. അഴിമതിരഹിതമായ സുതാര്യമായ പൊതുജീവിതത്തിന് ഉടമകളും കാര്യപ്രാപ്തിയുള്ളവരും കഴിവ് തെളിയിച്ചവരുമാണ് LDFൻ്റെ സ്ഥാനാർത്ഥികൾ. എല്ലാ സാമൂഹിക ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നവർ LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ടൗണിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോലും LDF ഭരണസമിതിക്ക് കൃത്യമായ ഇടപെടൽ നടത്താനായിട്ടില്ലെന്നാണ് UDF ആരോപണം. ഭരണസമിതിക്കുള്ളിലെ വടംവലി വികസനത്തിന് തടസ്സമായെന്ന കോൺഗ്രസ് മീഡിയ വക്താവ് MN ഗോപി പറയുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഈ UDF തുടങ്ങിവെച്ച വികസനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പോലും കഴിയാത്ത, എല്ലാ 2 വർഷവും കൂടുമ്പോൾ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും മാറുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു മാറ്റവും നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. വലിയ ഭൂരിപക്ഷം ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഭഗവാന്റെ സ്വർണം വരെ മുട്ടിച്ചു കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിലാണ്, ഈ വർത്തമാന കാലഘട്ടത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഞങ്ങൾ എല്ലാ വാർഡിലും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുന്നണി ഒന്നിച്ച് ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു. ഞങ്ങൾ 18ലധികം സീറ്റുകൾ നേടി നെടുങ്കണ്ടത്ത് അധികാരത്തിൽ വരും. ഇടത് വലത് ഭരണസമിതികളുടെ പോരായ്മകൾ ഉയർത്തിക്കാട്ടിയാണ് NDA മത്സരിക്കുന്നത്. 21 വാർഡുകളിൽ മത്സരിക്കുന്ന മുഴുവൻ പേരും BJP സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായ വാർഡുകളിൽ ഉൾപ്പെടെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് സ്മിത KR പറയുന്നു.
മിക്ക വാർഡുകളിലും തന്നെ മെമ്പർ ഉണ്ടാവണം. ഞങ്ങളുടെ പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ, നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി BJPയുടെ സാരഥികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇടതും വലതും കൂടി മാറി മാറി ഭരിച്ച് അവരുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്ന ഈ വേളയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നെടുങ്കണ്ടം പഞ്ചായത്തിലെ വികസന മുരടിപ്പുകൾ നമ്മൾക്ക് ഏത് വാർഡിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെടുങ്കണ്ടത്ത് അത്യന്താപേക്ഷിതമായ ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ LDFും UDFും ഭരിച്ചിരുന്ന മുമ്പുണ്ടായിരുന്ന മെമ്പർമാർക്ക് ഒന്നും ചെയ്ത് തരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കട്ടക്കാല റോഡ് കാലാകാലങ്ങളായിട്ട് മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുന്നതാണ്. ഇത്രയും കാലമായിട്ട് അവിടേക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിലുള്ളൊരു ഗതാഗത സംവിധാനം ഉണ്ടാക്കാൻ കഴിയാത്തത് അതൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. വിമതശല്യം, അപരന്മാർ തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഇത്തവണയും പഞ്ചായത്തിൽ മുന്നണികൾക്ക് മുന്നിലുണ്ട്. ഇവ അതിജീവിച്ച് ഏത് മുന്നണി ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാന പട്ടണത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കുമെന്നാണ് വോട്ടർമാർ ഉറ്റുനോക്കുന്നത്. വണ്ടൻമേട് പഞ്ചായത്ത് 3-ാം വാർഡിൽ UDFിന് തലവേദനയായി റിബൽ സ്ഥാനാർത്ഥി. 25 വർഷമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വണ്ടൻമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജഗദീശൻ ആറുമുഖമാണ് നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. പത്രിക പിൻവലിക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ജഗദീശനെ പുറത്താക്കിയിരുന്നു. 3 ടീമുകളിലായി 15 വർഷം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ജഗദീശൻ ആറുമുഖമാണ് ഇത്തവണ നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ സ്വതന്ത്രനായി വണ്ടൻമേട് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത കൊണ്ടാണെന്നും കഴിഞ്ഞ തവണ തന്റെ ഭാര്യയെ മനഃപൂർവ്വം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുവെന്നും ഇപ്പോൾ കോൺഗ്രസ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ അല്ലാതെ മറ്റാരെങ്കിലുമാണെങ്കിലും പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്നുവെന്നും ജഗദീശൻ പറയുന്നു. താൻ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണെന്നും വാർഡിലെ വോട്ടർമാർ തന്റെ ഒപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ സഹകരിച്ച ഈ ജനങ്ങളോട് എനിക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കുടിവെള്ളം, റോഡുകൾ, പാർപ്പിടങ്ങളൊക്കെ എൻ്റെ കാലഘട്ടത്തിൽ കൊടുത്ത സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അതനുസരിച്ച് ആ രീതിയിലാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. ഈ ബിജു ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ പ്രാവശ്യം സീറ്റ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉത്തമമായ എന്തേലും ജനറലായ വ്യക്തികളുണ്ട്, അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മണ്ഡലം കമ്മിറ്റിയുടെ കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിജു ജോസഫിന് സീറ്റ് കൊടുക്കുകയും അതിൻ്റെ എതിരായിട്ടാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി വരാൻ കാരണം. അപ്പം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ മുമ്പോട്ട് വന്ന് ഈ പ്രദേശത്തെ എൻ്റെ നല്ലവരായ നാട്ടിലെ സഹോദരങ്ങൾ ഇപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ഇത് ജീപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും എന്നുള്ള നല്ല ഉറപ്പാണ്. എൻ്റെ കൂട്ടത്തിൽ ജനങ്ങൾ മൊത്തം എൻ്റെ കൂട്ടത്തിലാണ്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും 3 പ്രാവശ്യം ജഗദീശന് സീറ്റ് നൽകിയിരുന്നതായും 1 പ്രാവശ്യം ഭാര്യയ്ക്ക് സീറ്റ് നൽകിയിരുന്നതായും UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ബിജു ജോസഫ് പ്രതികരിച്ചു. പുതുമുഖങ്ങൾക്ക് സീറ്റ് നൽകണമെന്ന പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ് താൻ മത്സരാർത്ഥിയായതെന്നും ബിജു ജോസഫ് പറഞ്ഞു. 2005-ൽ പാർട്ടിക്ക് തെറ്റുപറ്റിയില്ല, അന്ന് ജഗദീശനായിരുന്നു സ്ഥാനാർത്ഥി. 2005-ൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പുള്ളിക്കാരൻ പറയുന്നില്ല, അന്ന് പുള്ളിയായിരുന്നു സ്ഥാനാർത്ഥി. 2015-ൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നില്ല, അന്നും പുള്ളിയായിരുന്നു സ്ഥാനാർത്ഥി. 2020-ൽ പുള്ളിക്കാരൻ്റെ ഭാര്യയ്ക്കായിരുന്നു സീറ്റ്, അന്നേരം പാർട്ടിക്ക് തെറ്റുപറ്റിയില്ല. ഇപ്പോൾ ഒരു ജനറൽ സീറ്റ് വന്നു എങ്കിൽ ഒന്ന് മാറിയിരിക്കണം. കഴിഞ്ഞ 20-25 വർഷക്കാലമായി നിങ്ങൾക്കല്ലേ ഇത് വരുന്നത്. ഈ പ്രാവശ്യം ജഗദീശനൊന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടി ഔദ്യോഗികമായിട്ട് പരിചയപ്പെടുത്തുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും അത് പറ്റില്ല, പാർട്ടിയെ തോൽപ്പിക്കും, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇവിടെ തോൽപ്പിച്ച് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു അജണ്ട അത് ഈ വാർഡിൽ മാത്രമല്ല പല സ്ഥലങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് 14-ാം വാർഡിൽ ഒരു റിബൽ സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുക പറയുന്ന ഒരു ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പാർട്ടിയെ സംബന്ധിച്ച് വിഷയമല്ല. ഇദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടിക്ക് അറിയാം. പാർട്ടി ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഈ വാർഡ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ചരിത്ര ഭൂരിപക്ഷത്തിൽ UDF ഈ വാർഡ് നേടിയെടുക്കും. റിബൽ സ്ഥാനാർത്ഥിയായതിനാൽ ജഗദീശൻ ആറുമുഖത്തെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായി മണ്ഡലം പ്രസിഡന്റ് ജോബിൻ സ്പാനോസ് വ്യക്തമാക്കി. കുമളി പഞ്ചായത്തിൽ LDF കുടുംബയോഗങ്ങൾക്ക് തുടക്കം. മുരിക്കടിയിൽ 5-ാം നഗറിൽ നടന്ന സ്ഥാനാർത്ഥി സംഗമവും കുടുംബയോഗവും MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. MM മണി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു.
രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും RSSും BJPയും രാജ്യത്തെ അപകടത്തിലാക്കിയിരിക്കുകയാണെന്നും MM MLA പറഞ്ഞു. യുപിയിലും മധ്യപ്രദേശിലും കോൺഗ്രസിന്റെ ഭരണം തകർത്ത് BJPയാണ് അധികാരത്തിൽ വന്നത്. BJP ഒരു സാധാരണ പാർട്ടിയല്ല, RSS നയിക്കുന്ന പാർട്ടിയാണ്. RSS എന്ന് പറയുന്ന സംഘം മഹാത്മാഗാന്ധിയെ കൊന്ന സംഘമാണ്. ഹിന്ദുവർഗീയ ഫാസിസ്റ്റുകളാണ്. ഈ രാജ്യത്ത് ആയിരക്കണക്കിന് വർഗീയ ലഹള നടത്തി 10,000കണക്കിന് ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത സംഘം ഏത് എന്ന് ചോദിച്ചാൽ അത് BJPയാണ്. BJP നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്നത്തെ രൂപമായ BJPയാണ്. RSS ആണ്. മുൻപാണെങ്കിൽ ജനസംഘമായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുക. ഇന്ന് പ്രിയപ്പെട്ട സഹകളെ, സുഹൃത്തുക്കളെ, രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുക. CPM കുമളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനീഷ് ദേവ് അധ്യക്ഷനായിരുന്നു. അരുൺകുമാർ S, വിവിധ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ 30-ാം വാർഡിൽ വലിയകണ്ടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം നടന്നു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് TJ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. വലിയകണ്ടം JC's ഹാളിൽ വെച്ചാണ് സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കുട്ടിയച്ചൻ തൊടുകയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. ടൂറിസം, മാലിന്യ നിർമ്മാർജ്ജനം, ഡ്രെയിനേജ് സംവിധാനം, ടൗണിലെ ട്രാഫിക് പരിഷ്കരണം തുടങ്ങി വിവിധ വികസന പ്രവർത്തനങ്ങൾ കുട്ടിയച്ചൻ തൊടുകയിൽ മുമ്പോട്ട് വെച്ചു. ടൂറിസം കൊണ്ട് മാത്രമേ നമ്മുടെ ഈ നാടിൻ്റെ പുരോഗതി മുന്നോട്ട് പോവുകയുള്ളൂ. അതിനുള്ള വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റ്, കല്യാണ തണ്ട് കേന്ദ്രമായ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാലാവധി അവസാനിക്കുന്ന മുനിസിപ്പൽ കമ്മിറ്റി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയും. ആ പരിപാടികൾ വന്നാൽ നമ്മുടെ വാർഡിലേക്കും അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. കാരണം കല്യാണത്തണ്ടിൽ നിന്നുള്ള റോപ്പ് വേ കല്ലൂന്നിലേക്കും അങ്ങനെ നമ്മൾ കടന്നു പോകുന്ന ഒരു വാർഡായതുകൊണ്ട് അതിലൊക്കെ നമുക്ക് പങ്കാളികളാകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. UDFന്റെ റിബൽ സ്ഥാനാർത്ഥിയായി മുൻ നഗരസഭാ കൗൺസിലർ ഷമീസ് K. ജോർജ് ബൾബ് ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചതിന്റെ പരിചയം കൊണ്ട് തന്നെ വലിയകണ്ടം വാർഡിൽ തനിക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഷമീസ് K. ജോർജ് വ്യക്തമാക്കി. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം പ്രദാനം ചെയ്ത വാർഡിൻ്റെ ഇരട്ടി വലിപ്പമുള്ള വാർഡാണ്. അവിടെ ഏതാണ്ട് 98% റോഡുകളും പൂർത്തീകരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മാഭിമാനത്തോടുകൂടിയാണ് ഞാൻ വീണ്ടും നിൽക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നിരവധിയായ നേട്ടങ്ങളെക്കുറിച്ച് ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. അവരുടെ കാലഘട്ടത്തിൽ ചെയ്ത നേട്ടങ്ങളുണ്ട്, മന്ത്രി ചെയ്ത നേട്ടങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും മോശമായ സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് പോകുമ്പോൾ ഒരു റോഡ് 5 ലക്ഷം രൂപയ്ക്ക് ഒരു മന്ത്രി ആൾ പോലും റോഡ് ടാർ ചെയ്താൽ 50 ഫ്ലെക്സ് വയ്ക്കുന്നു. ഞാൻ ആ ഒരു പരിപാടിക്ക് ഏറ്റവുമുള്ള ആളാണ്. കാരണം ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ജനപ്രതിനിധികൾ ജയിച്ചു വരുന്നവരാരും അവരുടെ വീട്ടിലെ പണം കൊണ്ടൊന്നും ഈ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നവരാണ്. അത് അവരുടെ കടമയാണ്. ഒരപ്പനെ കുടുംബം നോക്കുവാനും വീട്ടിലുള്ള കടമ പോലെ ഒരു കൗൺസിലർ ആവുന്നതിന് വാർഡ് നോക്കുവാനും അതിന് മേലേക്ക് പോകുന്ന MLA ആവുന്നതിന് മണ്ഡലം നോക്കുവാനും മന്ത്രിയാവുന്നതിന് സംസ്ഥാനം മുഴുവനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അർഹതപ്പെട്ടതാണ്. LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് MLA ടെസിൻ സെബാസ്റ്റ്യൻ കളപ്പുര 2 ചിഹ്നത്തിലാണ് ഇവിടെ ജനവിധി തേടുന്നത്. കൂടുതൽ ഗതാഗത സൗകര്യം, ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് തന്റെ മനസ്സിലുള്ളതെന്ന് ടെസിൻ കളപ്പുരയ്ക്കൽ പറഞ്ഞു. കുടിവെള്ളം നമ്മുടെ ഇവിടെ വലിയകണ്ടത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. കുടിവെള്ളത്തിന് 42 കോടി രൂപ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് റോഡ് ഷെയർസ് മിനിസ്റ്ററുടെ ഫണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കല്ലുകുന്നിലേക്ക് കയറുന്ന വഴിക്ക് ജനകീയ സമിതി തന്നെയാണ് ആ സ്ഥലമെടുത്ത് കുടിവെള്ളത്തിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. അവിടെ 10 ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കും അതിന് മേളിൽ 2 ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കുമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ, നമ്മുടെ വലിയകണ്ടം തോടിൻ്റെ സൈഡിൽ കൂടെ 16 അടി വീതിയിലുള്ള റോഡ് വരുന്നുണ്ട് അങ്ങേ സൈഡിലൂടെ. പിന്നെ ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് പാലത്തിൻ്റെ പണി നടക്കുന്നു. നമ്മുടെ ക്യാപിറ്റൽ വിഷൻ്റെ അതിലെ കിടക്കുന്ന പമ്പിൻ്റെ അതിലെ താഴോട്ട് കിടക്കുന്ന വഴിക്ക് റോഡ് അവിടെ വരെ എത്തി നിൽക്കുന്നു. അവിടുത്തെ കലിങ്കും വാർത്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. വേസ്റ്റ് നമ്മുടെ ഈ ആളില്ലാത്ത സ്ഥലങ്ങളിൽ എല്ലായിടത്തും വേസ്റ്റ് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ആളുകൾ വന്ന് ഡംപ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഇടാതിരിക്കാനായിട്ട് ക്യാമറ വയ്ക്കുക എന്നുള്ള സംവിധാനമാണ്. BJP സ്ഥാനാർത്ഥിയായി നഗരസഭാ മുൻ കൗൺസിലറായിരുന്ന PR രമേശാണ് മത്സരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം എന്ന് പറയുന്ന നാട്ടിൽ എല്ലാവർക്കും വികസനം ഉണ്ടാവണം. അതിനോടൊപ്പം നമ്മുടെ വാർഡ് വികസിക്കണം.
അതിനോടൊപ്പം തന്നെ ജനങ്ങളെ ബുദ്ധിമാന സാഹചര്യങ്ങളും മാറി വരേണ്ടതുണ്ട്. അതിന് എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ തുടർന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം എനിക്ക് വേറൊരു കാര്യം പറയാം. നമ്മുടെ വലിയകണ്ഠമായിട്ട് ബന്ധപ്പെട്ട വലിയകണ്ഠം കുറ്റിച്ചനം പറഞ്ഞ തോട്, പിന്നെ നീർച്ചാലുകൾ എന്ന് പറയുന്നത് വലിയകണ്ഠത്ത് മുനിസിപ്പാലിറ്റി വലിയകണ്ഠ ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അതിപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇവിടത്തിലെ ഫണ്ട് നടക്കുന്നത് കേന്ദ്രത്തിൻ്റെ 5 കോടി രൂപ നമ്മുടെ തണ്ണീർത്തട, അതായത് 5 ഉരുളി തണ്ണീർത്തട പദ്ധതി എന്ന് പറഞ്ഞാൽ 5 കോടി രൂപ മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ടുണ്ട്. ഏകദേശം തന്നെ 1 കോടി രൂപയാണ് നമ്മുടെ ഈ പാടശേഖരത്തിലെ കൈത്തോടുകൾക്ക് ചെയ്യാൻ വേണ്ടി അവർ മെഷർമെൻ്റ് എടുത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനം ആരംഭിക്കും. തുടർന്ന് വാർഡിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വോട്ടർമാരും സംസാരിച്ചു. തൊടുപുഴ നഗരസഭയിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും കൗൺസിൽ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ അനുവദിച്ച കെട്ടിട നമ്പർ ക്യാൻസൽ ചെയ്യണമെന്ന വ്യാജ പരാതി അന്വേഷിക്കാനെത്തിയ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസറുടെ അടിയന്തര യോഗം നടക്കവേ ക്യാബിനിലേക്ക് അതിക്രമിച്ചു കയറിയ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് തടസ്സം സൃഷ്ടിച്ചതായും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. 8 വർഷം മുമ്പ് സ്കറിയ മാപ്പിളശ്ശേരി എന്ന വ്യക്തി കെട്ടിട നമ്പർ അനുവദിക്കുന്നില്ലെന്ന് കാണിച്ച് കുടുംബസമേതം നഗരസഭയിൽ നിരാഹാരം അനുഷ്ഠിക്കുകയും ആനച്ചൊങ്കല കൊണ്ട് നഗരസഭാ കവാടത്തിൽ സ്വയം ബന്ധിച്ച് സമരം നടത്തുകയും ചെയ്തത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ മൂലമാണ് കെട്ടിട നമ്പർ അനുവദിച്ചത്. ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥത സംബന്ധിച്ച തർക്ക വിഷയത്തിൽ മുട്ടം ജില്ലാ കോടതിയുടെ സ്റ്റാറ്റസ് കോ ഉത്തരവ് ഗൗനിക്കാതെ ഇന്റേണൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ നഗരസഭ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 8 വർഷം മുമ്പ് അനുവദിച്ച കെട്ടിട നമ്പർ ക്യാൻസൽ ചെയ്യുവാൻ സെക്രട്ടറിയെ നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ നിയമപരമായ തടസ്സമുണ്ടെന്നറിയിച്ച സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ജില്ലാ കോടതി സ്റ്റാറ്റസ് കോ ഓർഡർ ഇട്ട് ഡിസംബർ 12-ാം തീയതി വരെ ജില്ലാ കോടതി സ്റ്റാറ്റസ് കോ ഇട്ട ഒരു ഓർഡറിനകത്ത് നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസം എല്ലാം ഞങ്ങൾ പറഞ്ഞോളാം. ഞാൻ ജില്ലാ ജഡ്ജിക്ക് കത്തിടാൻ പോകുന്നത് കുഴപ്പമില്ല. ജില്ലാ കോടതി പാസ്സാക്കിയ ഒരു ഓർഡറിനകത്ത് നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസവും എന്നെ അവിടെ വന്ന് ഷൗട്ട് ചെയ്ത് എല്ലാം കാര്യം ഞാൻ ജില്ലാ ജഡ്ജിയോട് പറഞ്ഞോളാം. ഞാൻ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഞാനും റിട്ടേണിംഗ് ഓഫീസറും കൂടി അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സൂപ്രണ്ട് ഞങ്ങൾ ഇലക്ഷൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടക്കും. നിങ്ങൾ 3 പേര് ട്രസ്പാസ് ചെയ്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ജില്ലാ കോടതിയാണ് ഇത് പരിശോധിക്കുന്നത്. ജില്ലാ കോടതിയുടെ അപ്പീലിൽ പരിഗണനയിലൊരു വിഷയത്തിനകത്ത് നിങ്ങൾ ഈ ഇടപെടുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാനിതാ പറഞ്ഞിരിക്കുന്നത് തൊടുപുഴ നഗരസഭയ്ക്കോ നഗരസഭാ സെക്രട്ടറിക്കോ ജില്ലാ കോടതിയുടെ പരിഗണനയിൽ ഒരു വിഷയത്തിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാം. ഓക്കെ, അറ്റാച്ച് ചെയ്ത് എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ലീഡറോട് ചോദിക്കുക. ഗവൺമെന്റ് ലീഡർ നിങ്ങൾ കണ്ടാണ് ഞാൻ അവിടെ വെച്ച് നിങ്ങൾ ഗവൺമെന്റ് ലീഡർ കണ്ടായിരുന്നോ ചോദിച്ചു. ഗവൺമെന്റ് ലീഡർ കണ്ടാണ് നിങ്ങൾ ചോദിക്കുക. ജില്ലാ കോടതി സ്റ്റാറ്റസ് കോ ഓർഡർ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാമല്ലോ. ഞങ്ങൾ ഇവിടെ നഗരസഭയുണ്ട്, നഗരസഭാ സെക്രട്ടറി ഉണ്ട്. ഇവിടെ 8 വർഷം മുമ്പ് മാപ്പിളശ്ശേരി സ്കറിയ എന്ന ആൾ ഇവിടെ ഈ മുനിസിപ്പാലിറ്റി മുമ്പിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് വന്ന ആ ഒരു കേസിനകത്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. രേഖകൾ തന്നെയാ പറഞ്ഞു. ജില്ലാ കോടതി എല്ലാ പേപ്പറുകളും വിളിച്ചു വരിക്കുന്ന ഒരു കേസിനകത്ത് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് വന്നവരെ പറഞ്ഞു ഈ കേസ് കോടതി പരിഗണനയിലിരിക്കണം. അത് തന്നെ ഞാൻ പറഞ്ഞു. സർക്കാരിന്റെ മേലിലാണ് ജുഡീഷ്യറി പരിഗണനയിലിരിക്കുന്ന കേസിനകത്ത് നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? നിങ്ങൾക്ക് എന്താണ് അധികാരമുള്ളത്? ജില്ലാ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിനകത്ത് നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? അത് ഞാൻ നിങ്ങളെ പറഞ്ഞില്ലേ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറുടെ അടിയന്തര യോഗം നടക്കവേ ക്യാബിനിലേക്ക് അതിക്രമിച്ചു കയറിയ ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് തടസ്സം സൃഷ്ടിച്ചതായും ആരോപണമുണ്ട്. ഇതിൽ ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ജനുവരിയിൽ നഗരസഭാ ഓഫീസിലെത്തി എഞ്ചിനീയർമാർ, ഓവർസിയർമാർ അടക്കം വനിതാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതും വിവാദമായിരുന്നു. ഇതിൽ ജീവനക്കാർ ഡയറക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അനുവദിച്ച കെട്ടിട നമ്പർ ക്യാൻസൽ ചെയ്യാൻ നഗരസഭയ്ക്കും സെക്രട്ടറിക്കും നിയമപരമായ തടസ്സം ഉണ്ട്. നിലവിൽ വിഷയം ജില്ലാ കോടതിയുടെ പരിഗണനയിലാണ്. ജില്ലാ കോടതിയുടെ ഉത്തരവുണ്ടെന്ന് സെക്രട്ടറി രേഖാമൂലം അറിയിച്ചെങ്കിലും ഇത് അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത് ജുഡീഷ്യറിയോടും നിയമവാഴ്ചയോടുമുള്ള വെല്ലുവിളിയാണെന്നാണ് നിയമവിദഗ്ധരുടെ വിശദീകരണം. മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെയാണ് കാട്ടുകൊമ്പൻ സൂര്യവിഹാരം നടത്തിയത്. തോട്ടമേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ജനവാസ മേഖലയിലൂടെ പടയപ്പ കഴിഞ്ഞ കുറച്ചുനാളുകളായി ചുറ്റിത്തിരിയുകയാണ്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ്. മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിലാണ് കാട്ടുകൊമ്പൻ ഇറങ്ങിയത്. എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെയാണ് കാട്ടുകൊമ്പൻ സ്വൈര്യവിഹാരം നടത്തിയത്. ലാക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കഴിഞ്ഞ ദിവസം 4ഓളം കടകൾ തകർത്തിരുന്നു.
ജനവാസ മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വൈര്യജീവിതം കെടുത്തുകയാണ്. മുൻകാലങ്ങളിൽ ശാന്ത സ്വഭാവമായിരുന്ന പടയപ്പ ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. ഇത്തവണ മഴക്കാലത്ത് പോലും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായില്ല. ഒന്നിലധികം തവണ ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ തോതിൽ നാശം വരുത്തുകയും ചെയ്തു. വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടുകൊമ്പന്റെ ശല്യം രൂക്ഷമാകുമോ എന്നും തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു. വെൺമണിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. ബ്ലാത്തിക്കവലയ്ക്ക് സമീപം കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുന്നിൽ പോയ ടവേരിയിൽ ഇടിച്ച ശേഷം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കള്ളിപ്പാറയിൽ നിന്നും ബ്ലാത്തിക്കവലയിലേക്കുള്ള കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് മുന്നിൽ പോയ ടവേരിയിൽ ഇടിച്ച ശേഷം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. എറണാകുളത്ത് നിന്നും ചെറുതോണിയിലേക്ക് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കുകളില്ല. ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. അതേസമയം ഗൂഗിൾ മാപ്പ് നോക്കിയെത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളും വലിയ ചരക്ക് വാഹനങ്ങളും ഇവിടെ തുടർച്ചയായി അപകടത്തിൽപ്പെടാറുണ്ട്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഹൈറേഞ്ച് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. ഇരട്ടിയാർ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്ന യോഗത്തിൽ സംഘം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഹൈറേഞ്ച് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ മൂന്നാമത് വാർഷിക പൊതുയോഗമാണ് കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നത്. സംഘം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി രവീന്ദ്രൻ എ.ജെ. വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. കൂടുതൽ ഓഹരി ഉടമകളെ ചേർത്ത് സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾക്കും യോഗം രൂപം നൽകി. ഇതിന്റെയും അപ്പുറത്ത് നമുക്ക് നമ്മളെ പറ്റിയുള്ള നല്ല ബോധ്യം, നമ്മുടെ ഒരു വലിയ കൂട്ടായ്മയ്ക്ക് നമ്മുടേതായ ആളുകൾ, നമ്മുടേതായ പണം നമ്മുടെ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി വിനിയോഗിക്കാൻ പറ്റും. നമുക്ക് നമ്മുടേതായ ഒരു ധനകാര്യ സ്ഥാപനം ദീർഘനാളത്തെ പഠനത്തിന് ശേഷമാണ് സഹകരണ മേഖലയിൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങാം എന്ന് തീരുമാനിച്ചു. പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ അത്ര എളുപ്പമല്ല. ഇവിടെ മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ ഒരു കറവപ്പശുവായി വെച്ചേക്കുന്നത് ഈ സഹകരണ മേഖലയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്കെല്ലാം സ്വന്തമായി ബാങ്കുകളുണ്ട്, അവർക്കെല്ലാം സ്വന്തമായി സഹകരണ സംഘങ്ങളുണ്ട്. അവരുടെ പാർട്ടിയുടെ ആവശ്യത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെയായി അവർ ഉപയോഗിക്കുന്നത് ആ പണമാണ്. അതാണ് ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് പുതിയതായി ആരും കടന്നു വരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഒരു സഹകരണ സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ്. 2.5 വർഷം കയറിയിറങ്ങി. പക്ഷെ ഇതിന് നമുക്ക് സഹായകരമായി നമുക്ക് നിന്ന ചില കാര്യങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ തന്നെ സഹകരണ മേഖലയിൽ സ്തുത്യർഹമായ സേവനം ചെയ്ത് വിരമിച്ച ഏതാണ്ട് 8-9ഓളം ആളുകളുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടി. സംഘം സ്ഥാപക ഡയറക്ടറായ OS പ്രഭാകരൻ പിള്ളയുടെ സ്മരണയ്ക്കായി പ്രഭാകരൻ പിള്ള സ്മാരക മന്ദിരം എന്ന പേരിൽ ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയോട് ചേർന്ന് അദ്ദേഹം സംഭാവന ചെയ്ത സ്ഥലത്ത് ബഹുനില മന്ദിരം നിർമ്മിച്ച സംഘം ഓഫീസ് പ്രവർത്തിക്കുന്നതിനായും യോഗം തീരുമാനിച്ചു. ഇതിനായി ബജറ്റിൽ 10 ലക്ഷം രൂപ വകയിരുത്തി. സംഘം വൈസ് പ്രസിഡന്റ് രാജശേഖരൻ പിള്ള, യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നാടും നഗരവും തെരഞ്ഞെടുപ്പ് ചൂടിൽ കത്തി നിൽക്കുമ്പോൾ ഇടുക്കിയുടെ മലയോരം ക്രിസ്തുമസിനെയും വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതോടെ വലിയ പ്രതീക്ഷയിലാണ് വ്യാപാര മേഖലയും. കൂടാതെ ക്രിസ്തുമസ് വിപണിയും സജീവമാകുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തിനൊപ്പം കടന്നുവരുന്ന ക്രിസ്തുമസ് നാളുകൾ വലിയ പ്രതീക്ഷയാണ് ഇടുക്കിക്ക് പകർന്നു നൽകുന്നത്. പ്രതിസന്ധികളെയൊക്കെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് മലയോരത്തിന്. ഇതിന്റെ ഭാഗമായി ക്രിസ്തുമസ് വിപണികളും സജീവമായി കഴിഞ്ഞു. നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളും വിപണിയിലെത്തി. നിലവിൽ വിപണി വലിയ രീതിയിൽ ഉയർന്നിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ വ്യാപാര മേഖല സജീവമാകുമെന്ന പ്രതീക്ഷയാണ് വ്യാപാരികൾ പങ്കുവയ്ക്കുന്നത്.
ഈ പ്രാവശ്യം ഞങ്ങൾ കൂടുതലായിട്ട് ഇറക്കിയേക്കുന്നത് ലൈറ്റ് ഐറ്റംസ് ആണ്. LED ലൈറ്റുകൾ, LED ബൾബുകൾ, LED സ്റ്റാറുകൾ, പിന്നെ അതുപോലെ ക്യാൻഡിൽസ്, പല സൈസ് ക്യാൻഡിൽസ് ഉണ്ട്. പിന്നെ ചെറിയ ഏഞ്ചൽസ്, പിന്നെ ചെറിയ ട്രീ, ടേബിൾ ട്രീ, പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീക്ക് അലങ്കാരമായിട്ട് ഉള്ള കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ക്രിസ്മസ് പാപ്പയുടെ ചെറുതും വലുതുമായ സ്റ്റാറ്റ്യൂസ് ഉണ്ട്. പിന്നെ ബൾബ് കാര്യങ്ങൾ, വലിയ ട്രീ ഉണ്ട്, ക്രിസ്മസിന് അലങ്കാരമായിട്ടുള്ള വലിയ ട്രീ ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസുകൾ, പുതിയ വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നക്ഷത്രങ്ങൾ തന്നെ, സ്റ്റാറുകൾ, LED സ്റ്റാറുകൾക്ക് 200 തുടങ്ങി 900 വരെയുള്ള സ്റ്റാറുകളുണ്ട്. പിന്നെ LED ലൈറ്റുകളെല്ലാം അതുപോലെ തന്നെ 100 തുടങ്ങി 100, 80, പിന്നെ 600 വരെയുള്ള LED ബൾബുകളുണ്ട്. പിന്നെ പേപ്പർ സ്റ്റാറുകളുണ്ട്, അതിനൊക്കെ 150, 160 അങ്ങനെ റേറ്റിൽ മുകളിലേക്ക് വരുന്നുണ്ട്. പിന്നെ ചെറിയ ഐറ്റംസിനെല്ലാം നമ്മളത് അതായത് 30 രൂപ തുടങ്ങി 30, 40 അങ്ങനെ റേറ്റിലാണ് സാധനങ്ങൾ. പുൽക്കൂടുകൾ, ക്രിസ്തുമസ് ട്രീ, ക്രിസ്തുമസ് പാപ്പയുടെ കുപ്പായം, അങ്ങനെയെല്ലാം വിപണിയിൽ നിരന്നു കഴിഞ്ഞു. ക്രിസ്തുമസ് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളുമാണ്. വിവിധ വർണ്ണങ്ങളിൽ നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളും തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇടുക്കിക്ക് പ്രതീക്ഷയുടെ പ്രകാശം കൂടിയാണ് പകർന്നു നൽകുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടത് വലതു മുന്നണികൾ തുല്യശക്തികളായ നെടുങ്കണ്ടം പഞ്ചായത്ത് സാക്ഷിയാകുന്നത് തീപ്പാറും പോരാട്ടത്തിന്. കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചത് മികച്ച ഭൂരിപക്ഷത്തോടെ. ഭരണം തുടരാനുള്ള തന്ത്രങ്ങൾ LDF ക്യാമ്പുകൾ മെനയുമ്പോൾ തിരിച്ചുപിടിക്കാൻ UDF കരുക്കൾ നീക്കിക്കഴിഞ്ഞു. ഇത്തവണ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ NDAയും രംഗത്ത്. തൊടുപുഴ നഗരസഭയിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും കൗൺസിൽ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ അനുവദിച്ച കെട്ടിട നമ്പർ ക്യാൻസൽ ചെയ്യണമെന്ന വ്യാജ പരാതി അന്വേഷിക്കാനെത്തിയ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറുടെ അടിയന്തര യോഗം നടക്കവേ ക്യാബിനിലേക്ക് അതിക്രമിച്ചു കയറിയ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് തടസ്സം സൃഷ്ടിച്ചതായും ആരോപണം. മൂന്നാർ മാട്ടുപ്പെട്ടി നെറ്റിക്കുടി എസ്റ്റേറ്റിലിറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ. കാട്ടുകൊമ്പൻ സ്വൈര്യവിഹാരം നടത്തിയത് എസ്റ്റേറ്റ് ലയങ്ങൾക്കിടയിലൂടെ. തോട്ടം മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ ജനവാസ മേഖലയിലൂടെ പടയപ്പ കഴിഞ്ഞ കുറച്ചു നാളുകളായി ചുറ്റിത്തിരിയുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. വെൺമണിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. പ്ലാത്തിക്കവലിക്ക് സമീപം കുത്തിരക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുന്നിൽ പോയ ടവേരയിൽ ഇടിച്ച ശേഷം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഇടിച്ചു നിർത്തി. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.